വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്സ് സ്പേസ് ക്ലാസ്സുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്തമാറ്റിക്സ് സ്പേസിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ +2 2ാം വർഷ ക്ലാസ്സുകൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഓർത്തേക്കുക, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 14ാമത്തെ വർഷത്തിലോട്ട് കിടക്കുക. LKG, UKG, 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച് 11th and 12th ഇങ്ങനെ പഠിക്കുന്ന വ്യത്യസ്തമായ കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവർക്കും തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ വരെ മാത്തമാറ്റിക്സ് വളരെ രസകരമായ ഒരു സബ്ജക്റ്റാണ്. അവിടുന്ന് കഴിയുമ്പോൾ മാത്തമാറ്റിക്സിനൊരു മാറ്റം വരികയും കുറച്ചൊക്കെ നമ്മൾ മത്സര പരീക്ഷകളിലോട്ട് മാറ്റപ്പെടുമ്പം അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലിട്ട് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കുറവുകൾ മാത്സിൻ്റെ സബ്ജക്റ്റിനുണ്ടാവും. ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് മാത്സ് സ്പേസ് ഈ ഉദ്യമത്തിലൂടെ വരുത്തുന്നത്. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആദ്യം വേണ്ടത് അതിനോട് കൂടുതൽ ഇഷ്ടം കാണിക്കുക എന്ന് തന്നെയാണ്. മാത്സ് വളരെ ഇഷ്ടത്തോടെ പഠിക്കുക. പക്ഷേ ബഹുഭൂരിപക്ഷത്തിനും മാത്സ് എന്ന് കേൾക്കുമ്പോഴും ഒരു ഇഷ്ടമല്ല കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഉണ്ടായി വരുന്നത്. അത് നമുക്ക് ഈ വർഷം മാറണം. അതിനാദ്യം നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ചുകളിൽ മാത്തമാറ്റിക്സ് എന്ത് ചെയ്യുന്നു എന്നറിയുകയും 11th നിങ്ങൾ പഠിച്ചപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത് എന്നറിയുകയും 12th പഠിക്കാനിരിക്കുമ്പം ഇതെന്ത് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നറിയുകയും ചെയ്തിട്ട് അത് നിങ്ങളുടേതാവണം എന്നുള്ള വിശ്വാസത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ളൊരു ശ്രമമുണ്ട്. ആ ശ്രമം തന്നെയാണ് നിങ്ങളെ മാത്സ് പഠിപ്പിക്കാൻ സഹായിക്കുന്നത്. മുന്നേ നമുക്കൊരു കുഴി കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മല കണ്ടിട്ട് അത് ഓടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും മുന്നിൽ ഒരു പരീക്ഷ കാണുകയും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ ആ രീതിയിൽ ചില ചിന്തകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയുണ്ട് മാത്സ് പഠിക്കാനായിട്ട് നിങ്ങളുടെ ബ്രെയിനിലോട്ട് കയറി വരാൻ. തൽക്കാലം മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് സംഭവിച്ചോട്ടെ എന്നുള്ളത് കരുതാതെ മാത്സ് പഠിക്കാനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക. അതാണ് വേണ്ടത്. അതിലാദ്യം എന്താണ് മാത്സ് ചെയ്യുന്നത് എന്നറിയണം. പിന്നെന്താണ് ആ മാത്സ് ചെയ്യുന്നതിൻ്റെ അകത്ത് നിങ്ങൾ 11th എന്ത് സംഭവിപ്പിക്കുന്നു, 12th എന്ത് സംഭവിപ്പിക്കുന്നു, ഇപ്പോൾ എന്ത് തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം എന്നറിയണം. നമ്മുടെ ആരംഭ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഈ മാത്തമാറ്റിക്സ് നമ്മൾ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് മാത്തമാറ്റിക്സ് തന്നെയാണ്. ഏത് മത്സര പരീക്ഷ വരുമ്പോഴും മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ ബുദ്ധിയെ അളക്കാനായിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ട് മാറുമ്പം അത് പഠിക്കാനുള്ള ശ്രമം നമുക്ക് സ്വാഭാവികമായിട്ടും നടക്കും. കാരണം നമുക്ക് ജോലി വേണമല്ലോ. അതല്ലെങ്കിൽ IIT പരീക്ഷ നടക്കുമ്പോൾ മാത്സിൻ്റെ ചോദ്യങ്ങൾ വളരെ കട്ടിയുള്ളവയാണ്. JEE വരുമ്പം കീമിൻ്റെ പരീക്ഷ വരുമ്പോൾ ഇങ്ങനെ ഓരോ പരീക്ഷകളൊക്കെ വരുമ്പം പരീക്ഷകളൊക്കെ PSCയുടെ പരീക്ഷ വരുമ്പോഴൊക്കെ നിങ്ങളുടെ ബുദ്ധിയെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമായിട്ട് ആ മാത്സിൻ്റെ ചോദ്യങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് മാത്സിനോട് ഒരു പേടിയോ ഒക്കെ ഉണ്ടായി വരും. ഞാൻ പറയുന്നത് മാത്സ് അതല്ല. മാത്തമാറ്റിക്സ് എന്താണ് സംഭവിക്കുക വെച്ചാൽ നമ്മൾ നോക്കുക, മാത്സ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഓഫ് സയൻസാണ്. എന്താ സയൻസ്? നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനുശേഷം ഈ മാറ്റങ്ങളെ പഠിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. മനുഷ്യൻ്റെ ഒരു ചെറിയ ശതമാനം ആളുകൾ ആ ഫീൽഡിലാണ് ജോലി എടുക്കുന്നത്. അവരാണ് നമ്മുടെ സൊസൈറ്റിയെ, സമൂഹത്തെ നയിക്കുന്നത്. നമ്മളൊക്കെ അതിൻ്റെ ഫോളോയിങ് അപ്പ് ആയിട്ട് മാറുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ സയൻസിൻ്റെ പഠിത്തത്തിന് ഏറ്റവും കൂടുതൽ ബേസ് വരുന്നത് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ആശയം നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ എടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെ തത്വങ്ങളെ നമ്മുടെ മനസ്സിലോട്ട് എത്തിക്കാനും കൂടുതലായിട്ട് ചിന്തിക്കാനും ഒരു പൊതുവായൊരു ഇടം വേണം. ആ പൊതുവായ ഒരു ഭാഗത്തെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഓൾ സയൻസ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മഹാനായ ഗലീലിയോ പറഞ്ഞതാണ്. പിന്നീട് നമ്മൾ മാത്സിൻ്റെ പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന മാത്സ് നമുക്ക് നമ്മുടെ ഈ പാറ്റേണുകളെ പഠിക്കാനായിട്ടും സ്ട്രക്ചറുകളെ പഠിക്കാനും ഒക്കെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാത്സിൻ്റെ രീതികളാണ്. ഞാനിവിടെ ഇത് പറയുമ്പോൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ ഒരു രീതികളുണ്ട്. അതതിൻ്റെ ക്ലാരിറ്റിയെ പെർഫെക്റ്റ് ആയിട്ട് മാറും. 7+3 10 ആണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. സത്യസന്ധമായിട്ടുള്ള കൃത്യതയോടെ ആണ് മാത്സ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മാത്സ് എപ്പോഴും നമുക്ക് നമ്മുടെ തത്വശാസ്ത്രപരമായിട്ടൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു കാരണം.
അവിടെ മാത്തമാറ്റിക്സ് ഇസ് നോട്ട് ജസ്റ്റ് എ കാൽക്കുലേഷൻ, ഇറ്റ് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് അവർ തിങ്കിങ് എന്നാണ്. നമ്മുടെ ചിന്താരീതികളുടെ ബഹിസ്ഫുരണങ്ങൾ തന്നെയാണ് മാത്തമാറ്റിക്സ്. അവിടെ മാത്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ അത് ചിന്തിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. അത് വളരെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്സ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പഠിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് ഞാനിപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഞങ്ങളുടെ കൈ ആകെ പഠിച്ചിട്ട് ആകെ വിട്ടുപോയി എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, മോളെങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പം പറഞ്ഞത്, ഞങ്ങൾ ക്ലാസ് കേട്ടു കണ്ടു. എനിക്ക് മാത്സ് ബേസിൻ്റെ മുഴുവൻ ക്ലാസ്സുകൾ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടൊന്നും മാത്സ് നിങ്ങൾ പഠിക്കത്തില്ലടോ. നിങ്ങൾ മാത്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കരുതി നിങ്ങളുടെ ബുദ്ധിയെ പഠിപ്പിക്കണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തുന്നതൊക്കെ വീഡിയോ ക്ലാസ്സാണ്. ഞാൻ സൈക്ലിംഗ് പഠിപ്പിക്കാനായിട്ടാണ് നിങ്ങളെ ശ്രമിപ്പിക്കുക എന്ന് കരുതിക്കോളൂ. സൈക്ലിംഗ് പഠിപ്പിക്കാനായിട്ടുള്ള എല്ലാ വിദ്യകളും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയും നിങ്ങളത് കാണുകയും ഒരു 10-30 ദിവസത്തെ ക്ലാസ് പല വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം 30 ദിവസം വീഡിയോ കണ്ടതിന് ശേഷം രാവിലെ സൈക്കിൾ എടുത്തിട്ട് ചവിട്ടാൻ ശ്രമിച്ചാൽ സൈക്ലിംഗ് നടക്കുമോ? ഒരിക്കലും നടക്കില്ല. കാരണം സൈക്ലിങ്ങിൻ്റെ ബാലൻസ് നിങ്ങളുടെ ബ്രെയിനിലോ നിങ്ങളുടെ ശരീരത്തോ കിട്ടേണ്ടവയാണ്. അത് കിട്ടാതെ നമുക്ക് സൈക്ലിംഗ് പഠിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മാത്തമാറ്റിക്സ് നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അവിടെ ഒരു അധ്യാപകൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ രീതികൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റും. നിങ്ങളത് കണ്ടിട്ട് ഇങ്ങനെയാണല്ലേ അത് എന്ന് മനസ്സിലാക്കാനും, ഇത് കിട്ടിയാൽ എനിക്ക് ഗുണമുണ്ടെന്ന് തിരിച്ചറിയുന്നു. എനിക്ക് സൈക്ലിംഗ് പഠിച്ചാൽ എന്താ, സൈക്കിൾ ഓടിക്കാൻ പറ്റും. ഡ്രൈവിംഗ് പഠിച്ചാൽ എന്താ, വണ്ടി ഓടിക്കാൻ പറ്റും. ആ ഒരു വിശ്വാസത്തിലൂടെ മാത്തമാറ്റിക്സ് പഠിച്ചാൽ എനിക്ക് നാളെ മറ്റു പലതും ചെയ്യാൻ പറ്റും. മറ്റു പലതെന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സൊസൈറ്റിയിൽ എന്തെങ്കിലും കൊടുത്ത് എനിക്ക് നാളെ ജീവിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമുള്ളവർ നിർബന്ധമായിട്ടും വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട രീതിയാണ് മാത്തമാറ്റിക്സിനുള്ളത്. അവിടെയാണ് മാത്സിൻ്റെ രീതി ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും പ്രോപ്പറായിട്ട് എഴുതുകയും അത് വെച്ച് പഠിക്കുകയും ചെയ്യേണ്ടത്. ഞാൻ ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലും ഒക്കെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ അവിടെ മാത്സിൻ്റെ ആ രീതി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നോക്കണം, നമുക്കിവിടെ ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന ബാച്ച്, എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കുമ്പം പലയിടത്തായിട്ട് മാത്സ് പഠിച്ചിട്ടുണ്ട്. ഓർക്കുക, 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം മാത്തമാറ്റിക്സിന് ഒരു ജംഗ്ഷനിൽ എത്തിക്കുക നിങ്ങളെ എല്ലാവരെയും. എന്താണ് ജംഗ്ഷൻ? കോമൺ എഡ്യൂക്കേഷനാണ്. അത് ഹിസ്റ്ററി പഠിച്ചു പോകുന്ന ആളുകളുണ്ടാവും, എക്കണോമിക്സ് പഠിച്ചു പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും, ലാംഗ്വേജ് പഠിച്ചു പോകുന്നവരുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് മറ്റ് പല ഗ്രൂപ്പുകളിലോട്ടും തിരിയും. പക്ഷെ അവർക്കെല്ലാം നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള ബോർഡ് എക്സാമിനേഷൻ എഴുതണം. അവരുടെ ഒരു ആവറേജ് എന്നാണ് നമ്മളത് പറയുക. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമേ 10ാം ക്ലാസ് വരുള്ളൂ. എന്നാൽ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പലതായിട്ട് തിരിയുന്നത്. സയൻസ് ബ്രാഞ്ച് അല്ലേ, ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ച്, കോമേഴ്സ് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞിട്ട് നിങ്ങൾ +1 +2 കയറുന്നത്. അതിൽപ്പെട്ടവരാണ് നിങ്ങൾ. ഏതാ? +1 സയൻസ് ബാച്ചിൽ എന്നാണ് പറയുക. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സയൻസ് ബാച്ച് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമങ്ങൾ പഠിക്കുകയും അതിന് മാറ്റം വരുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ ഒരു വിങ്ങാണ്. അതിലോട്ട് പോകാൻ നിങ്ങളോ നിങ്ങളുടെ പേരൻസോ നിങ്ങളെ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ +1 ജോയിൻ ചെയ്യുന്നത്. അതിനുള്ള നിങ്ങളുടെ കാലിബർ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികളിൽ എമംഗ് ദ അതേഴ്സ് യു ഹാവ് ഗുഡ് അപ്രോച്ച്, അതിൽ നല്ല ടാലൻറ്റ് നിങ്ങൾക്ക് മാത്സിനുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങൾ +1 ചേർന്നത്. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് അവ്യക്തതകളാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? ആ അവ്യക്തതകളെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ +1 +2 മാത്തമാറ്റിക്സ് പഠിക്കുന്നത് എന്നറിയണം. ഇതിൽ +1 ക്ലാസ്സുകളിൽ നമ്മൾ പറയുക ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. നോക്കി, മാത്സിൻ്റെ 2 നോംസാണ് +1 +2. ഒന്ന്, ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്സിനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഇടമാണ് +1 അതിന് അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. അത് കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും രണ്ടാം വർഷത്തെ മാത്തമാറ്റിക്സിന് പറയുക ഫണ്ടമെൻ്റൽ എന്നല്ല, ഓപ്പറേഷണൽ മാത്തമാറ്റിക്സ് എന്നാണ്. ഇതറിയണം നമ്മുടെ മനസ്സിൽ. എന്താണ്? ഒന്ന് ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്സും മറ്റത് ഓപ്പറേഷണൽ മാത്തമാറ്റിക്സുമാണ്. നമ്മൾക്കിപ്പം +2 ക്ലാസ്സാണ് തുടങ്ങേണ്ടത്. അതായത് ഓപ്പറേഷണൽ മാത്തമാറ്റിക്സിൻ്റെ ലോകത്തോട്ട് നിങ്ങൾ നയിക്കപ്പെടുകയാണ്. ഇത് കഴിയുമ്പം മാത്സിൻ്റെ ഏതൊരു ഓപ്പറേഷനും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ 2 വർഷക്കാലവും വ്യർത്ഥമായി പോകും. അവർക്ക് 4ാം ക്ലാസ് നമ്മൾ പഠിക്കുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ തുടങ്ങുന്നത്.
അക്കാലത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പിന്നീടുള്ള കാലമൊക്കെ ബുദ്ധിമുട്ടാവും. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അന്ന് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പഠിപ്പിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ചെറിയ കരുത്താണ്. ആ കരുത്തിൻ്റെ കാലം നടത്തം അപ് ടു 11th വരെയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സയൻസിൻ്റെ ലോകത്ത് ടെൻഡറി ആവണമെങ്കിൽ 11th ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്സിനെ മനസ്സിലാകെ നിറച്ചു വയ്ക്കുകയും ഒപ്പം ഓപ്പറേഷണൽ മാത്സിൻ്റെ കരുത്ത് നേടുകയും ചെയ്യുമ്പോഴാണ്. ഇവിടെ ഓപ്പറേഷണൽ മാത്സിൻ്റെ കരുത്ത് നേടാനുള്ള ഇടത്തിലോട്ടാണ് നിങ്ങൾ മാത്സ് സ്പേസ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിൽ ആദ്യം അറിയേണ്ടത് എനിക്ക് ഈ പറയുന്ന 1ാം വർഷത്തെ ഫൗണ്ടേഷൻ നിങ്ങൾ എന്തെല്ലാം പഠിച്ചു എന്നുള്ള ചോദ്യമാണ്. ആൾജിബ്ര ആൻഡ് ഫങ്ഷൻസ്. അവർക്ക് നമ്മുടെ ഈ സെക്കൻഡറിയിലെ ടോപ്പിക്കിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് തുടങ്ങേണ്ടത്. പക്ഷേ ഇതിലെ ഫങ്ഷൻസും റിലേഷൻസും നിങ്ങൾ 11th പഠിച്ചതാണ്. എങ്ങനെയാണ് സെറ്റ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എനിത്തിങ്. നോക്കി, നമ്മൾ ടൈമിൻ്റെ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാം സെക്കൻഡിലാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ആകുമ്പം അതെല്ലാം മീറ്ററുകളിലാണ് പറയുന്നത്. ഇത് തമ്മിൽ എന്താ ഒരു ബന്ധം? തീർച്ചയായിട്ടുമുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ടൈമിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് പറയാൻ പറ്റുന്നിടത്താണ് 1 സെക്കൻഡിൽ 30 മീറ്റർ, 2 സെക്കൻഡിൽ 60 മീറ്റർ. ഉണ്ടോ? നോക്കി, ഇവ രണ്ടും കറസ്പോണ്ട് ചെയ്യിക്കാൻ പറ്റും. മാത്സ് എപ്പോഴും അങ്ങനെയാണ്. നോക്കി, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കിട്ടുന്നത് കറസ്പോണ്ടൻസ് ആണ്. നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സീറ്റ്, എക്സാം ഹാളിൽ ഇരിക്കുന്ന സീറ്റ്, അത് കറസ്പോണ്ടൻസ് ആണ്. ഇങ്ങനെ ഏതൊരു കാര്യത്തെയും മാത്തമാറ്റിക്സ് ചെയ്യുന്നത് 2 സെറ്റ് ഓഫ് നമ്പറുകളെ വെൽ ഡിഫൈൻഡ് ആക്കിയിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന രീതിയാണ്. ഇവിടെയാണ് നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ആൾജിബ്രയും അതുപോലെ ഫങ്ഷൻസും തുടങ്ങുക. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നർത്ഥം. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്ന 2ാമത്തെ ട്രിഗണോമെട്രിയാണ്. അവർക്ക് ട്രിഗണോമെട്രി നമ്മുടെ ഭാരതം തുടങ്ങിയ ഒരു സയൻസാണ്. ഓർക്കണം, നമ്മുടെ ഗണിതം തുടങ്ങുന്നിടത്ത് പണ്ട് കാലത്തൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ ഒക്കെ കാലാവസ്ഥയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കൃഷിയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില രീതികളാണ്. അതിന് ആകാശത്ത് തെളിയുന്ന നക്ഷത്രങ്ങളുടെയും അതുപോലെ ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരപഥങ്ങളെ നിരീക്ഷിക്കാൻ നമ്മൾ ഇന്നതുപോലെ ടെലസ്കോപ്പും കമ്പ്യൂട്ടറും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലേ? അക്കാലത്ത് നിരീക്ഷിച്ച് ഇവയുടെ മാറ്റങ്ങളെ കണക്കാക്കി എടുത്തിട്ട് ഈ നാൾ മുതൽ ആ നാൾ വരെ എത്ര 4 മാസം കേരളത്തിൽ ഈ ദേശത്ത് മഴ കിട്ടാതെ അല്ലെങ്കിൽ വലിയ പ്രളയം വരാതിരിക്കും, അവിടെ കൃഷി ചെയ്യാം എന്നുള്ള നിർദ്ദേശം ആ നാട്ടുരാജാവിന് കൊടുക്കാനായിട്ടായിരുന്നു ഗണിതം രൂപപ്പെട്ടത്. നിങ്ങൾക്കറിയാൻ പറ്റും, നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടിൽ 2 ദിവസം മാത്രമാണ് ഉണ്ടോ അതിൻ്റെ ആ സൂര്യൻ്റെ ഉദയം ആ ഗോപുരവാതിലിലൂടെ ലോകത്തിൽ കാണാൻ പറ്റും. അതൊരു പ്രത്യേക ദിവസമാണ്. ആ ദിവസം കഴിഞ്ഞിട്ട് സൂര്യൻ ഇനി 30 നാൾ ഉദിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 നാൾ ഉദിച്ചു കഴിയുമ്പോൾ എന്നുള്ളൊരു കണക്ക് രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓർക്കണം, ഇത് ഭൂമിയിലുണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഗണിതം ആലോചിച്ച് നോക്കണം. ആ ഗണിതം എത്രയോ വലിയ ആർക്കിടെക്റ്റിൻ്റെതാണ്, അല്ലേ? അപ്പം അത്തരം ഒരു ഗണിത നിർമ്മാണ രൂപങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പം അവരുദ്ദേശിച്ചിരുന്നത് ഈ ആകാശ സഞ്ചാരങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. ആ ഒബ്സർവേഷനകത്ത് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വരുന്നത് ട്രിഗണോമെട്രിക്കൽ കോൺസെപ്റ്റുകളാണ്. അല്ല ചോദിക്കേ, അവർ ആംഗിളിനെ ഡിഫൈൻ ചെയ്തത് അതിശയകരമാണ്. വെസ്റ്റേണേഴ്സ് ഇവിടെ എത്തിയിട്ട് നമ്മളെ ആംഗിൾ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞ മെഷർമെൻറ്റിൽ പഠിപ്പിച്ചു, അല്ലേ? എന്താ ഡിഗ്രി? 11th പഠിക്കുന്നുണ്ടല്ലോ. ആംഗിളിൻ്റെ അകത്ത് നമ്മൾ പറയും, ഡിഗ്രി പറയുമ്പം ഉണ്ടോ 1/90th പാർട്ട് ഓഫ് എ റൈറ്റ് ആംഗിൾ ബി റെഫർഡ് ആസ് വാട്ട് 1 ഡിഗ്രി. അതത്ര ശരിയായിട്ടുള്ള നിർവചനമാണോ? അല്ല. ആരാ പറഞ്ഞത്? ഒരു ഭാഗം, അതായത് ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. തിരിച്ച് ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ മാറി. എന്താണ്? 100 ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. അതിന് ഗ്രേഡിയൻ്റ് എന്ന് പറയും. ആരാ തീരുമാനിച്ചത് 100 90 ഒക്കെ? ആരാ റൈറ്റ് ആംഗിൾ തീരുമാനിച്ചത്? റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി, നേരെ എന്നുള്ളതാണ്. അപ്പം നേരെ നിൽക്കുന്ന ഒന്നിനെ റൈറ്റ് ആംഗിളായിട്ട് കണ്ട കാലം അതിനെ 90 ഡിവൈഡ് ചെയ്യുകയോ 100 ഡിവൈഡ് ചെയ്ത് അൺസയൻറ്റിഫിക് ആണ്. അൺസയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് മെഷർമെൻ്റ് ഉണ്ടോ വെസ്റ്റേണേഴ്സിൻ്റെ? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫീറ്റ്. അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ആവറേജ് കാലിൻ്റെ നീളത്തെയാണ് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. അതിനടിസ്ഥാനമായിട്ടുള്ള മെഷർമെൻ്റ് ആക്കാൻ പറ്റുമോ? അപ്പോൾ അത്തരം പാശ്ചാത്യ കണക്കിൻ്റെ പ്രയോഗങ്ങളൊക്കെ നിലനിൽക്കുമ്പം ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കണ്ടത് ഒരു സ്റ്റാർ നമ്മളിൽ നിന്നുള്ള അകലെ അറിയില്ല. അതിനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്റ്റാർ അല്ലെങ്കിൽ പ്ലാനറ്റ് എന്തുമാത്രം അകലത്തിലാണെന്ന് അറിയപ്പെടുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷണൽ ചേഞ്ച് ഉണ്ട്. ഇത് രണ്ടും അറിയത്തില്ല. എന്നേക്ക്
ഈ സ്റ്റാറിൻ്റെ അകലവും അറിയത്തില്ല, അതിൻ്റെ അടുത്ത സ്റ്റാറിൻ്റെ പൊസിഷൻ അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇവയ്ക്കിടയിൽ 2 ലൈൻ വരച്ചാൽ കിട്ടാവുന്ന ഒന്ന്, അതിനെയാണ് ആംഗിൾ എന്ന് വിളിച്ചത്. അവിടെ ആംഗിൾ ഡെഫിനേഷൻ എന്താ? ആർക്ക് ബിറ്റ്വീൻ ദാറ്റ് 2 സ്റ്റാർസ് ബൈ ദ അസ്യൂംഡ് ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് 2 പോയിന്റ്, നമ്മളുമായിട്ടുള്ള ദൂരം. ഈ റേഷ്യോ ആണോ ആർക്ക് ഉണ്ടോ അതിൻ്റെ ആംഗിളായിട്ട് മാറിയത്. ഈ ആംഗിളിനാണ് റേഡിയൻ മെഷർമെൻറ്റ് വെച്ചത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംഗമ ഗ്രാമ മാധവൻ, മലയാളിയാണ് കേട്ടോ, തൃശ്ശൂർ ജില്ലക്കാരനാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലെ സൈൻ തീറ്റയുടെ എക്സ്പാൻഷൻ ലോകം മുഴുവൻ ഇന്ന് ആഘോഷിക്കുകയാണ് അല്ലേ, അറിയുകയാണ്. കാൽക്കുലസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ സംഗമ ഗ്രാമ മാധവൻ്റെ ആണ്. നമ്മുടെ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബോധപൂർവ്വം ഇത് കാര്യം പറഞ്ഞത്. ആ സൈൻ തീറ്റയുടെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, നിങ്ങൾ 11ിലൊക്കെ പഠിച്ച, അത് കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ ആംഗിൾ തീറ്റ റേഡിയനായിരുന്നു 13-ാം നൂറ്റാണ്ടിൽ. ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ അത്രയും മാത്രം ആർജവത്വമുള്ള ഒരു ജനതയാണ് നമ്മൾ. പിന്നീടാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. ഓരോ ദിവസവും ഏത് ദിവസമാണ് നമുക്ക് ഈ പൂർണ്ണേന്ദ്രൻ ഉണ്ടാവുന്നതെന്നും അതെന്നാണ് ക്ഷയിക്കുന്നതെന്നും എന്നാണ് മഴ വരുന്നതെന്നൊക്കെ വളരെ കൃത്യതയോടെ പറയുന്ന ഒരു കാലാവസ്ഥാ ഗവേഷണ രൂപമുണ്ടായിരുന്നു. ഈ രൂപങ്ങളുടെയൊക്കെ അളവ് ട്രിഗ്നോമെട്രിയിലാണ്. ഈ സംഗമ ഗ്രാമ മാധവൻ 1348 നമ്മുടെ സൈൻ തീറ്റയുടെ ട്രിഗ്നോമെട്രിയുടെ മുഴുവൻ വാല്യൂസിൻ്റെയും എക്സാക്ട് വാല്യൂ സൈൻ 30 എത്രയാണ്, സൈൻ 5 ആ രീതിയിൽ കിട്ടുന്ന ആംഗിളിൻ്റെയൊക്കെ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിരുന്നു. ചിന്തിക്കാൻ പറ്റുമോ? എ ബീഫ് ഹിസ്റ്ററി ഓഫ് പൈ നിങ്ങൾ കണ്ടു നോക്കി. സായിപ്പിൻ്റെ ഒരു ക്ലാസ്സാണ് ഞാൻ പറഞ്ഞത്. അവിടെ പൈയുടെ വാല്യൂ ജോമെട്രിക്കലി ആർക്കിമിഡീസ് ഒക്കെ കണ്ടുപിടിച്ച് ആഘോഷിച്ച വന്ന കാലത്ത് 13-ാം നൂറ്റാണ്ടിൽ സംഗമ ഗ്രാമ മാധവൻ്റെ 4 വരി പദ്യത്തിൽ കിടപ്പുണ്ടിടൂ. അനന്തമായിട്ട് നീണ്ടുപോകുന്ന സംഖ്യാശ്രേണി കണ്ടുപിടിക്കാനുള്ള വഴി ആ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. എന്തിനാണ് സൂചിപ്പിക്കുന്നത് അറിയാം? നമ്മുടെ അകത്ത് മാധവൻസ് പഠിക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ കരുത്തിൻ്റെ ദർശനം ഉണ്ടാവണം, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. അതിനുവേണ്ടിയാണ്. അപ്പോൾ ട്രിഗണോമെട്രി നിങ്ങൾ 11ൽ പഠിക്കുമ്പം അതാണ് സംഭവിക്കുന്നത്. എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കോർഡിനേറ്റ് ജോമെട്രിയാണ്. കോർഡിനേറ്റ് ജോമെട്രിയിലോട്ട് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? 11ൽ അറിയണ്ടേ? അതറിയണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചല്ലേ. നോക്കി, യൂക്ലിഡിയൻ ജോമെട്രി പറയുന്ന ഇടത്ത് നിന്ന് BC 350 അവിടുന്ന് 1600 വർഷങ്ങൾ കഴിഞ്ഞ്, ഏതാണ്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഡെക്കാർത്തിയിൽ എത്തുന്നത്. ഡെക്കാർത്തിയിൽ എത്തുമ്പോൾ ഉള്ള കാലം വരെയും കാർട്ടീഷ്യൻ ജോമെട്രിയിൽ പോയിന്റ് എന്താണ്? ഹാസ് നത്തിങ് എന്നാണ് പറയുന്നത്. നോക്കി, ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്തില്ല? വീതിയില്ല അല്ലേ, ഏരിയ ഇല്ലാത്തതാണ് ലൈൻ. നീളം മാത്രമേ ഉള്ളൂ, 1 ഡയമെൻഷനാണ് നീളം ലൈൻ. എന്നാൽ പോയിന്റിലോട്ട് എത്തുമ്പം അതുമില്ല. പോയിന്റ് ഹാസ് നത്തിങ് എന്നാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ യൂക്ലിഡിയൻ ജോമെട്രിയുടെ ആദ്യ ഭാഗം. യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡെക്കാർത്തെ ലോകത്തിന് തിരുത്തുന്നു. ഞാൻ അംഗീകരിക്കുന്നു സാർ. പക്ഷേ ഈ ഒരു പോയിന്റിനെ നമുക്ക് നിർദ്ദേശിക്കാം, ഡിഫൈൻ ചെയ്യാം. അത് എവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. എവിടെയാണ്? സോ ഹി ഇൻട്രൊഡ്യൂസ് എ വെൽ ഡിഫൈൻഡ് പ്ലെയിൻ ബൈ ഇൻട്രൊഡ്യൂസിങ് എക്സ് ആൻഡ് വൈ ആക്സിസ്. അതിലൊരു പോയിന്റിനെ ഓർഡേഡ് പെയർ ആക്കിക്കൊണ്ട് നോക്കുക. നമ്മുടെ 11ന്റെ ഓർഡേഡ് പെയർ അത് ഡെക്കാർത്തെ നിർദ്ദേശിച്ച കാർട്ടീഷ്യനാണ്. ആ ഒരു പോയിന്റ് അവിടെ വെച്ചിട്ട് ആ പോയിന്റുകളുടെ ആകെ ഒരു സെറ്റിനെ, വെൽ ഡിഫൈൻഡ് സെറ്റിനെ എക്സ് കമ വൈ കൊണ്ട് സൂചിപ്പിച്ച് x² + y² 25 എന്ന് എഴുതുമ്പം ഒരു ആൾജിബ്രായിക് ഇക്വേഷനാണ്. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളിത് കേട്ടു അല്ലേ? എന്താ കേട്ടെ? x² + y² = 25. എന്നൊക്കെ 11th പഠിച്ചു കഴിയുമ്പം നിങ്ങൾ അതൊരു സർക്കിളാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാവുന്നുണ്ട്. 10th വരെ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ സർക്കിൾ ഒരു വൃത്തമായിട്ട്, പടമായിട്ട് വരച്ചു വെക്കാൻ പറ്റും. എവിടെ വേണേലും വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാണാനും പറ്റും. പക്ഷെ കേൾക്കുവാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പക്ഷേ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ x² + y² 25 എന്ന്. അത് പറയാനും വായിക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന തലത്തിലോട്ട് നിങ്ങളുടെ ബ്രെയിനെ ഓർക്കുക. ഡെക്കാർത്തയോട് എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയണമെന്നറിയാവോ? ഡെക്കാർത്തെ അത് പഠിപ്പിക്കുമ്പോഴാണ് വരച്ച പടത്തെ
കണ്ടോ, കാണാൻ പറ്റുമായിരുന്ന പടത്തെ കേൾക്കുവാനും പറയാനും പറ്റുന്ന ഒരു ഇടത്തോട്ട് നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്തത് നിങ്ങളുടെ ബ്രെയിനെ. അപ്പം നിങ്ങൾ കോർഡിനേഷൻ വിട്ട് പഠിച്ചു കഴിഞ്ഞപ്പം 11th സംഭവിച്ചതാ. 11th ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ബ്രെയിനിൽ എനിക്ക് y = 2x+3 എന്ന് ഞാൻ പറയുമ്പോൾ അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അവർക്ക് ആൾജിബ്ര പഠിപ്പിക്കുമ്പോൾ x = 2 എന്ന് ഞാൻ പറഞ്ഞാൽ x 2 ആണ്. എന്നാൽ ഇന്ന് XY പ്ലെയിനിൽ x = 2 എന്ന് പറയാൻ വെർട്ടിക്കൽ ലൈനാണെന്നുള്ള ബോധം നിങ്ങളുടെ തലയിൽ എത്തിക്കുന്നത് കാർട്ടീഷ്യൻ ജിയോമെട്രി പഠിപ്പിക്കുമ്പോഴാണ്. ഇതിനെയാണ് ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് 11th നിങ്ങൾക്ക് എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബ്രെയിനെ മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അധ്യാപനം കിട്ടിക്കഴിയുന്നവരുടെ ബ്രെയിനിൽ ഈ കാഴ്ച ഉണ്ടാകുമ്പോഴാണ് താങ്ക് യു സാർ, നിങ്ങൾ 11th സ്റ്റാൻഡേർഡുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അങ്ങനെ എടുക്കുന്ന കോർഡിനേറ്റ് ജിയോമെട്രിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം അതിൻ്റെ സ്കിൽ ഡെവലപ്പ് നോക്കുക. ഇത്തരം ചില സ്കില്ല് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? അരിത്തമെറ്റിക്കൽ സ്കില്ലുണ്ട്. എന്താ അരിത്തമെറ്റിക്കൽ സ്കില്ല്? നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാൽക്കുലേഷൻ്റെ സ്കില്ല് ഡെവലപ്പിംഗ് ആയി. അതുപോലെ തന്നെ നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ലുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും അതുപോലെ ഫങ്ഷൻസിൻ്റെയൊക്കെ നേച്ചറിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോമെട്രിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോജിക്കൽ റീസണിങ്, ഇത്രയും നമുക്ക് നടത്തി പവർ എൻറിച്ച് ചെയ്തിട്ടുള്ള ഒരു ലൈഫിൻ്റെ പാർട്ടേനാണ് 11th നിങ്ങൾക്ക് കിട്ടുന്നത്. പല ചാപ്റ്ററുകളായിട്ടാണ് പറയുന്നത്. സെറ്റ്, റിലേഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, അങ്ങനെയൊക്കെ. പിന്നെ അതിശയകരമായൊരു സംഗതി ഉണ്ട് കേട്ടോ. എന്താ? കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ പഠിപ്പിക്കുമ്പം ആർഗ്യുമെൻറ്റും മോഡുലസ് ഒക്കെ പഠിച്ച് നിങ്ങൾ ആ ബുദ്ധിമുട്ടും. പ്ലീസ്, അങ്ങനല്ല പഠിക്കേണ്ടത്. എങ്ങനെ പഠിക്കേണ്ടത്? കോംപ്ലക്സ് നമ്പർ എന്ന് പഠിക്കുമ്പം നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ഇത് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കോംപ്ലക്സ് പോലെയാണോ എന്നാണ്. എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ, മാത്സ് പഠിക്കുന്നത് ഒരു പ്രത്യേക ആർട്ടാണ്. നമ്മളിൽ നിന്ന് അന്യമായിട്ട് നിർത്തിയിരിക്കുക, അതിൽ നിങ്ങളിലോട്ട് എത്തിക്കുന്നിടത്താണ്. അവിടെയാണ് സാറ് കോംപ്ലക്സ് നമ്പർ പഠിപ്പിക്കുമ്പം നമ്മൾ സ്വയം ഒരു ചോദിക്കേണ്ടത്, ഞാൻ കേട്ട കോംപ്ലക്സ് എവിടെയാണ് ആദ്യം? ഞാൻ വീട്ടിൽ കേട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ അമ്മ ആരൊക്കെ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ വൈറ്റമിൻ എന്ന് കേട്ടിട്ടുണ്ട്, അതിൻ്റെ കോംപ്ലക്സ് ആരും പറഞ്ഞും കേട്ടില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെന്നിട്ട് ബി കോംപ്ലക്സ് ടാബ്ലറ്റ് മേടിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവിടെ ചെല്ലുമ്പം അവിടെ എല്ലാ കടകളും കിടപ്പുണ്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള നമ്മളോടാണ് സാർ കോംപ്ലക്സ് നമ്പറിൻ്റെ ക്ലാസ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ, ഇതിലെന്താ കോംപ്ലക്സ്? വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ളവയാണോ? ഇവിടെ നിങ്ങളുടെ ഒരു അപ്രോച്ചുണ്ട്, നിങ്ങളൊരു അന്വേഷണമുണ്ട്. നമുക്കിന്ന് പലതും അന്വേഷിക്കാമല്ലോ. ഒരുപാട് മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉള്ള മാർഗം പോലെ അല്ലടൂ. നിങ്ങളുടെ ഇഷ്ടം അതിലോട്ട് എത്തുമ്പം നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ഇടം വളരെ കൂടുതലാണ്. അതിലോട്ടൊക്കെ പോയിട്ട് ഈ കോംപ്ലക്സിൻ്റെ വേർഡൊന്ന് തപ്പി നോക്കണം. എന്തുകൊണ്ടാണ് വൈറ്റമിൻ എക്ക് കോംപ്ലക്സ് ഇല്ലാത്തത്, എന്നാൽ വൈറ്റമിൻ ബിക്ക് കോംപ്ലക്സ് ഉള്ളത്? അവിടെ അന്വേഷിക്കും കിട്ടുന്നുണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുന്ന ഒറ്റ ഇതേ ഉള്ളൂ. എന്നാൽ വൈറ്റമിൻ ബിക്ക് B1, B6, B12 എന്ന് പറഞ്ഞ സബ് ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ പല ഗ്രാനുൾസ് ആക്കി വെച്ചിട്ട് അതെല്ലാം കൂടി ഒരു ക്യാപ്സൂളിൽ അടച്ച് വിഴുങ്ങിയാൽ ബി കോംപ്ലക്സ് കഴിച്ചു എന്ന് പറയും. അപ്പോൾ എന്താ കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പർ അത് തന്നെയാടും. പലതരം, ഒരുപാടൊന്നുമില്ല. റിയൽ നമ്പറുമുണ്ട്, നോൺ റിയൽ നമ്പറുമുണ്ട്. അത്തരം 2 തരം നമ്പറുകളെ ചേർത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കേണ്ടി വന്നാൽ ആ പുതിയ നമ്പർ കോംപ്ലക്സ് നമ്പറാണ്. 2+3i എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികം, ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളിന്ന് എൻ്റെ ഈ ക്ലാസ്സുകൾ കാണുന്നില്ല, ഇലക്ട്രോണിക്സിൻ്റെ ബേസിലാണ്. ഞാൻ പറയുന്ന സൗണ്ടും എൻ്റെ രൂപമൊക്കെ ഇവിടുത്തെ ക്യാമറ അത് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് സിഗ്നൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ആ സിഗ്നൽസിൻ്റെ ഒരു ഭാഗം നമ്മുടെ കപ്പാസിറ്റർ ബേസും, വേറൊരു ഭാഗം ഇൻഡക്ടർ ബേസും, വേറൊരു ഭാഗം റെസിസ്റ്റർ ബേസുമാണ്. ഇത് 3ൻ്റെയും കൂടെയുള്ള ആകെത്തുകയെ ഈ റിയൽ കറണ്ടാണ് റെസിസ്റ്റർ കൊടുക്കുന്നതെങ്കിൽ മറ്റത് രണ്ടും ഇമാജിനറി ആയിട്ട് ഒരു പേസ് ഡിഫറൻസ് ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ അത്തരം കറണ്ടുകളുടെ സംയുക്തമായ ഒരു അവസ്ഥയെ സിഗ്നലാക്കി മാറ്റുന്ന ചില സങ്കീർണമായിപ്പോൾ അല്ലേ. എന്തായാലും ഓർത്ത് വെക്കുക, ഇലക്ട്രോണിക്സ് എവിടെയുണ്ടോ അവിടെ എല്ലാം കോംപ്ലക്സ് നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നിങ്ങൾ 11th പഠിച്ചേ ഈ ഒരു ഇഷ്ടത്തോടെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. അത് പഠിക്കാനായിട്ടുള്ള ഒരു രീതി, ഒരു ആർജവ രൂപമാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് വീണ്ടും കോസ്റ്റൈൻ സൈൻറ്റൈൻ വരുന്നു, ട്രിഗണോമെട്രി കയറി വരുന്നു അല്ലേ. ഇങ്ങനെ ഒരു ഗ്രാജുവലി അപ്പിംഗ് സ്റ്റേജ് നിങ്ങളുടെ ഈ പറയുന്ന 11th ഉണ്ടാകുമ്പം ആ ടോപ്പിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സന്തോഷം സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കണം. ഓർക്കുക, മാത്സ് മാത്രം പഠിക്കാനുള്ള ഇത് നമുക്ക് ഉച്ച ആകുമ്പോൾ വിശക്കുന്നത് പോലെ ഉണ്ടാകുന്നൊരു ഫീലല്ല മാത്സ് പഠിക്കാനുള്ളത്. സ്വാഭാവികമായിട്ട് കൃത്രിമമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.
അതിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നതിലൂടെയും അത് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെയുമാണ് ഹാപ്പി ആവുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സന്തോഷത്തോടെ പഠിക്കുക. പഠിക്കാനുള്ള രീതികളൊക്കെ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടാവും, എങ്ങനെ പഠിക്കണമെന്നുള്ളത്. അതൊക്കെ തൽക്കാലം നൽകുക. ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സന്തോഷത്തോടെ പഠിക്കുക എന്ന് തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. അതിൻ്റെ ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കി അടുത്ത ഒരു കണ്ടീഷൻ +1 ക്രിയേറ്റ് ദ ബേസ് ഓഫ് ഹയർ മാത്തമാറ്റിക്കൽ തിങ്കിങ്. അതാണ് +1 നമുക്ക് മുന്നോട്ട് ചിന്തിക്കാനായിട്ടുള്ളതിൻ്റെ ബേസ് ഒരുക്കലാണ് നടത്തിയത്. ഇതുണ്ടോ എന്നറിയണം, ഇല്ലെങ്കിൽ ആ വഴിക്ക് ഒന്നും കൂടി പോകണം. നമ്മുടെ തന്നെ മാത്സ് സ്പേസിൻ്റെ +1 ക്ലാസ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. ആവശ്യക്കാർ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചില ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാവോ എന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് +2 ക്ലാസ്സുകളിലോട്ട് കിടക്കാം. +2 ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് ട്രാൻസാക്ഷൻ ഫ്രം +1 to +2 ആണ്. നിങ്ങളൊന്ന് മച്യൂർ ആവുന്നുണ്ട് അല്ലേ? ആ മെച്യൂരിറ്റി ബേസ് എന്ന് പറയുന്ന ഒരിടത്തിൽ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ഇൻ +1 ഇൻവോൾവ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ്, അത് അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് ആയിട്ട് മാറും. എനിക്ക് ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവില്ല, കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവത്തില്ല, ഇൻവേഴ്സ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇച്ചിരി അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് നമ്മൾ 2ാമത്തെ വർഷം പഠിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഈ സയൻസ് പിന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നോക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോഗരിതമിക് ഫംഗ്ഷൻ നിങ്ങൾ 11ൽ പഠിച്ചിട്ടുണ്ടാവും, ട്രിഗ്ണോമെട്രിക്കൽ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ പറയുകയാണ് ലോഗ് സൈനക്സ് എന്ന്, നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റും അല്ലേ? പക്ഷേ ശ്രദ്ധിച്ച് കേട്ടോ, ലോഗരിതം പഠിക്കണമെങ്കിൽ പറയണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ആ സൈനക്സിൻ്റെ പ്ലേസിൽ കൊടുക്കേണ്ട വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. എങ്കിലേ ലോഗ് എക്സ് ഔട്ട്പുട്ടിനെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിൻ്റെ ഡൊമൈൻ അങ്ങനെയാണ് വരിക. എന്നാൽ സൈനക്സ് എന്താണ്? 0 മുതൽ π വരെ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. π മുതൽ 2π വരെ സെക്കൻഡിലും നമ്മുടെ തേർഡിലും ഫോർത്തിലും അത് നെഗറ്റീവാണ്. അപ്പോൾ ലോഗ് സൈനക്സ് എഴുതിയ ഒരു ചെറിയ കുഴപ്പമുണ്ട്. നെഗറ്റീവ് ആകുന്നിടത്ത് ഈ ലോഗ് സൈനക്സ് ഡിഫൈൻഡ് ആകാതെ നിൽക്കും, നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ എഴുതുന്നത് തെറ്റും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെ കോമ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുക. അതിനെക്കുറിച്ച് അറിയണ്ടേ? അറിയാതെ നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല. ഓർക്കണം കേട്ടോ, സയൻസ് പഠിക്കണം എന്നുള്ളൊരിഷ്ടം, ബിടെക് പഠിക്കണം എന്നുള്ളൊരിഷ്ടം, വണ്ടി ഓടിക്കണം എന്നുള്ളൊരിഷ്ടം, ആ പല പല ഇഷ്ടങ്ങളാണ് നമ്മൾ ഓരോന്നും പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? പഠിക്കണ്ടേ? ഈ ബുദ്ധിമുട്ടെന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറയുന്നുണ്ട്. അത് ബുദ്ധിയിൽ കൊണ്ട് മുട്ടിക്കുന്നതാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് മുട്ടിക്കുന്ന പണിയല്ല ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മാത്സ് അങ്ങനെയാണ്, നിങ്ങളുടെ ബുദ്ധിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതിനുള്ള പല രീതികളുണ്ട്. ആ രീതികൾ ഞാൻ പറഞ്ഞുതരാം. മാത്സിൻ്റെ രീതികളാണിത്. അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ എത്തിക്കൊള്ളുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള എക്സ്പീരിയൻസും ഉണ്ട്. സോ നോക്കി, നമുക്കിവിടെ അഡ്വാൻസ് ലെവലാണെങ്കിൽ അടുത്തത് ലിമിറ്റ്സ് ഡിഫറൻസിയേഷൻ. ഇതിലോട്ട് നമ്മൾ പോകുന്നൊരിടമുണ്ട്. ലിമിറ്റ് ആൻഡ് ഡിഫറൻസിയേഷൻ എടുക്കുമ്പം ഇവിടെ ഓർക്കുക, ഡിഫറൻസിയേഷൻ എന്നുള്ള വാർഡ് കേൾക്കുമ്പോഴേ ഞെട്ടിക്കളയും അല്ലേ? വേണമല്ലോ, നിങ്ങൾ അങ്ങനെ ഞെട്ടണ്ട കേട്ടോ. എന്താണ് ഡിഫറൻസിയേഷൻ? ഓർക്കുക, ന്യൂട്ടൻ്റെ കാലത്തും ലെബ്നിറ്റ്സിൻ്റെ കാലത്തും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തവരാണ്, അല്ലാതെ ഈ നാളിൽ ഒന്നും ഉണ്ടായതല്ല. ഇച്ചിരി നിങ്ങളൊക്കെ ജനിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് 200 വർഷങ്ങൾക്കൊക്കെ മുമ്പുണ്ടായവയല്ലേ. അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അത് വെച്ച് എന്തുമാത്രം ആൾ പഠിക്കുകയും ചെയ്തിട്ടാണ് ഇത് പോയത്. അതുകൊണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഡിഫറൻസിയേഷൻ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന് അല്ലേ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ബേസിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതി നോക്കി ഈസിയായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നമുക്ക് അതുപോലെ അടുത്തതാണ് ജോമെട്രി. 3D ജോമെട്രി ആയിട്ട് മാറുന്നത്. പ്രോബബിലിറ്റി നമുക്ക് അതിൽ അഡ്വാൻസ് ലെവലിലോട്ടേക്ക് മാറും. ഇങ്ങനെ വരുമ്പം +1 കോൺസെപ്റ്റ് ഗ്രോ ഇൻ ടു ദ പവർഫുൾ ടൂൾ ഇൻ +2 മാറുന്നു എന്നതാണ് അങ്ങനെ 2ാം വർഷത്തെ ക്ലാസ് ആയിട്ട് വരിക. ഇനി നമ്മളെ സംബന്ധിച്ച് കാണേണ്ടത് അതിലെന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. +2 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മൾ അറിയേണ്ടത് +2ൻ്റെ മാത്തമാറ്റിക്സ് ഓപ്പറേഷണലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുപോലെ അപ്ലൈഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് ഉണ്ട്. ഈ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ കാണാൻ പറ്റും. അത് നിങ്ങളുടെ പുതിയൊരു ലോകത്തോട്ട് 3Dയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നിടത്ത് യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഈ 3Dയും കഴിഞ്ഞിട്ടുള്ള ലോകമുണ്ട്, അതിന് മെട്രിക് സ്പേസ് എന്നാണ്. 3Dയിലോട്ട് എത്തുമ്പോൾ വെക്ടർ സ്പേസാണ്. ഇപ്പോൾ അത് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് നിങ്ങളുടെ 3ാമത്തെ ചാപ്റ്ററാണ്. അത് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞോളാം. അതുപോലെ തന്നെ നമുക്ക് വെക്ടേഴ്സ് ആൻഡ് 3D അത് കഴിയുമ്പോഴാണ് അതിൻ്റെ തൊട്ട് പുറകെയാണ് വെക്ടർ കയറി വരുന്നത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ക്രോസ് പ്രൊഡക്റ്റൊക്കെ എടുക്കുന്ന ഡിറ്റർമിനൻ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ഈ മെട്രിസസും ഡിറ്റർമിനൻ്റും അല്ല വെക്ടറും 3D നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ കാൽക്കുലസിൻ്റെ ഡിഫറൻസിയേഷനും പിന്നെ ഇൻ്റഗ്രേഷനും 2ഉം ഉണ്ടല്ലേ, അതും പഠിക്കണം ഈ വർഷം. ഇതെല്ലാം കേട്ട് പേടിച്ച് കളയേണ്ട. ഏറ്റവും രസകരമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റേതൊരു സബ്ജക്റ്റിനേക്കാളും രസകരമായിട്ട് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
കേട്ടോ. നമുക്കത് വെച്ച് നിങ്ങൾ വിശ്വാസത്തോടെ എടുക്കുക, വിശ്വസിക്കുക, ഹാപ്പിയറായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്വാൻസ് പ്രോബബിലിറ്റി ഉണ്ട്. ഇതിലെ ഫോക്കസിങ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്. ഇവിടെ തൊട്ട് നമ്മളൊന്ന് ചെറിയ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര നിങ്ങൾ സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിംഗ് യൂണിറ്റിലോട്ട് കിടക്കും. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ എന്നറിയുമ്പം, കമ്പയർ ചെയ്യാൻ നിങ്ങൾ മറ്റൊരാളുമായിട്ട് എന്തുമാത്രം വ്യത്യാസമുണ്ടെന്നൊക്കെ അറിയുമ്പം നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കീം ഉണ്ടായിരിക്കണം, ആപ്ലിക്കേഷൻ കോൺസെപ്റ്റ് ഉണ്ടാവണം, സ്പീഡ് ആൻഡ് അക്യുറസി ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ +2 ക്ലാസ്സിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, അല്ലേ? ഇനി അങ്ങോട്ടോ പോയാലോ, അതിൽ നമ്മൾ ചെല്ലുമ്പം കിട്ടുന്നത് ഈ മാത്തമാറ്റിക്സിൻ്റെയും സയൻസിൻ്റെയും ഉപയോഗത്തിലോട്ടാണ്. ഇത് നമ്മൾ എടുക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാത്തമാറ്റിക്സ് ദ ബാക്ക് ബോൺ ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. നിങ്ങൾ JEE പരീക്ഷ അല്ലെങ്കിൽ കീമിൻ്റെ പരീക്ഷ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ മാത്സ് മാത്രമേ ഉള്ളൂ. അത് ബ്രെയിനിലാണ്. എനിക്ക് സൈക്ലിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടാൽ എനിക്കറിയാൻ പറ്റുമോ സൈക്ലിങ് അറിയാവുന്ന ആളാണെന്ന്? ഇല്ല, അത് ബ്രെയിനിലുള്ള ആളാണ്. ഡ്രൈവിങ് പഠിച്ച ഒരാളെ നമുക്കങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. നന്നായിട്ട് കുക്കിംഗ് അറിയാവുന്ന ആളെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം അവരുടെ ബ്രെയിനിലാണ് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ ബ്രെയിനിലുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയുമ്പം അവരുടെ ചിന്തയിലുണ്ടാവുന്ന രൂപവ്യത്യാസമാണ് മാത്സ് എന്ന് പറയുന്നത്, അല്ലേ? അതിനെ സയൻറ്റിഫിക് ആയിട്ട് പഠിച്ച ഇടം മാത്രമാണ് +1 +2. അല്ലാതെയും പഠിക്കുന്നുണ്ട്. എത്രയോ ജീവിതത്തിൽ ഇതൊന്നും പഠിക്കാതെ മാത്സ് പഠിക്കുന്നത് നല്ല ഡ്രൈവർമാർ കണ്ടില്ലേ? അവർ ട്രിഗ്നോമെട്രിയിൽ എക്സ്പെർട്ടാണ്. ഒരു വണ്ടി നമ്മുടെ നേരെ വരുമ്പം അതിൻ്റെ വേഗത വളരെ ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധി അവർക്കുണ്ട്. നമ്മുടെ വണ്ടിയുടെ വേഗത അവർക്കറിയാം. അത് ഏത് ആംഗിളിൽ എത്രമാത്രം മാറ്റിയെടുത്ത് പോയാലാണ് നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റുന്നുള്ള ധാരണ തിരിച്ചറിയുന്നവരാണ് ഡ്രൈവർമാർ. അപ്പം അവരുടെ പവർ എന്താ? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പവർ പോരാ, അല്ലേ? എനിക്ക് തോന്നുന്നൊരു MSc ലെവലിൽ പഠിക്കുന്ന ട്രിഗ്നോമെട്രിക്കൽ കോൺസെപ്റ്റ് ബ്രെയിനിലുള്ള ആളാണ് നല്ല ഡ്രൈവർ. മറ്റത് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, MSc എന്നുള്ള രീതിയിൽ. ചില MScക്കാർക്കുണ്ട്, അല്ലേ? അവർക്ക് MSc ഒക്കെയാണ്, പക്ഷേ സബ്ജക്റ്റിലുള്ള ഗ്രാഹ്യം കാണാപിടുത്തത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലേ? ബാച്ചിലറാണ് BSc എങ്കിൽ MSc മാസ്റ്ററാണ്. അപ്പോൾ അത്തരം ഒരു മാസ്റ്റർ ബിരുദത്തിലോട്ട് നിങ്ങളുടെ സബ്ജക്റ്റിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമം ഇപ്പോഴേ +1 +2 പഠിക്കുമ്പോഴേ തുടങ്ങണം എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്തമാറ്റിക്സിൻ്റെ ഫൗണ്ടേഷനാണ് ഏതൊരു സയൻസിൻ്റെയും, പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും. നോക്കുക, നിങ്ങളുടെ JEE പരീക്ഷകളുടെയൊക്കെ 3 ടോപ്പിക് ഏതൊക്കെയാണ്? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. മാത്സ് സൗണ്ടായിട്ട് അറിയാവുന്ന ഒരാൾ ഫിസിക്സും കെമിസ്ട്രിയും സൂപ്പറായിട്ട് പഠിക്കും, അല്ലേ? എനിക്ക് അഡ്വാൻസ് എന്നുള്ള പരീക്ഷയില്ലേ, അത് എങ്ങനെ റാങ്ക് എടുക്കുമ്പോഴും മാത്സ് എൻട്രി ചെയ്യുന്ന ആൾ മുകളിൽ